എന്തിട്ട് പരിപാടി മക്കളെ. അങ്ങനെ ഗാങ്ടോക്കിൽ എത്തിയിട്ട് ഇപ്പോൾ നമുക്ക് എന്താ പരിപാടി എന്ന് പറഞ്ഞാൽ നാട്ടുള്ള ബസ്സാണ് ഇവിടുത്തെ ഏറ്റവും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഇത്ര ഹൈറ്റ് കൂടിയൊരു ഇതെന്ന് പറഞ്ഞത്. പക്ഷെ അവിടേക്ക് പോകാൻ പറ്റില്ല പറഞ്ഞത്. എന്താണെന്ന് ചോദിച്ചപ്പോൾ അറിയില്ല. ഇവിടെ ലാൻഡ് സ്ലൈഡ് ഇപ്പോൾ ഇന്നലെ മാത്രമായിട്ട് 5 സ്ഥലത്തായിട്ട് ലാൻഡ് സ്ലൈഡ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോകാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ ഇവിടെ ഇപ്പോൾ MG റോഡ്, പിന്നെ ഒരു മൊണാസ്ട്രി ഉണ്ട്, പിന്നെ അടിയിൽ പോകുമ്പോൾ വഴിക്ക് ഒരു വാട്ടർഫോൾ ഉണ്ട്. അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. അപ്പോൾ തൽക്കാലം ഇന്ന് കാണാൻ പറ്റുന്നത് കാണാം. ഇന്നലെ റൂം എടുത്തിട്ട് ഇന്ന് 11 മണി പറഞ്ഞു നടന്നത്. അങ്ങനെ ഞാൻ എനിക്ക് 11 മണിക്കുക. അങ്ങനെ ഞാൻ അവിടെ പോയിട്ട് ചോദിച്ചു, എനിക്ക് നേരം വഴിക്ക്. അപ്പോൾ അവർ പറഞ്ഞു ഇന്നെന്താ പരിപാടി ചോദിച്ചു, പോകണ്ടെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ സ്ഥലങ്ങൾ കാണാൻ. അപ്പോൾ കഴിഞ്ഞിട്ട് പോകണ്ടെന്ന് ചോദിച്ചു. കഴിഞ്ഞിട്ട് പോലും നടക്കില്ലല്ലോ എന്ന് ചോദിച്ചു. പറഞ്ഞു അന്നൊന്നും കൂടി നിന്നോന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് പരിപാടി. അപ്പോൾ ഇവിടെ നിന്ന് ഇപ്പോൾ ആദ്യം MG റോഡൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാം ആദ്യം പോയിട്ട്. ഓക്കെ, ഞാൻ ഇന്നലെ നിന്നിടുന്നില്ലേ അവരുടെ ഹോട്ടലിൻ്റെ ബാക്കിലത്തെ വ്യൂ കാണിച്ചു തരണ. ഞാനിപ്പോൾ രാവിലെ ഇപ്പോൾ ശരിക്കും കാണണം. ഇവിടെ വന്നപ്പോൾ ഒരു പാർക്കിംഗ് കിട്ടി. പാർക്കിങ്ങിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂ ആണ്. നോക്കി മക്കളെ, കണ്ടോ? ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 സ്ഥലത്തിന് ഉരുൾപൊട്ടിന്ന് പറഞ്ഞു. ഒന്നാ കാണുന്നത് അവിടെ കാണണ്ടാവും. പിന്നെ എന്താ ഒന്ന് ഇവിടെ ഈ ഗാങ്ടോക്കിൽ മാത്രം കേട്ടോ 2 ഇത്. പിന്നെ പറഞ്ഞാൽ സിലിഗുഡിയിൽ നിന്ന് വരുന്ന ടൈമിൽ വരുന്ന വഴിയിൽ 3 എണ്ണം പൊട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇവിടുന്ന് ഞാൻ ഇറങ്ങാനും കയറാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞു കേട്ടത് ഇപ്പോൾ ഇതുവരെ. അപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടി വരും അറിയില്ല. കണ്ടില്ല വ്യൂ നോക്കി, ജാതി രസമായിട്ട് ഇവിടെ കാണേ. അവിടെ നിന്ന് മറ്റേ മേഘത്തിൻ്റെ ഇടയിൽ കൂടെ, ഫോഗിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ വെയിലടിക്കുന്നുണ്ടല്ലേ ആ ഭാഗത്തൊക്കെ. ഇനി ഇവിടുന്ന് മോളിക്ക് കയറാൻ പോവാണ്. മോളിക്ക് കയറി നോക്കിയൊക്കെ എന്തായാലും ഇവിടുന്ന് MG മാർക്കറ്റിൻ്റെ അവിടേക്ക് ഭയങ്കര ഫേമസ് ആണെന്ന് പറഞ്ഞത്. അവിടേക്ക് പോകണം ആദ്യം. നോക്കിയൊക്കെ എന്തായാലും സൈക്കിളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിലത്തെ ലഗേജ് സാധനങ്ങളൊക്കെ അടച്ചു. ഫ്രണ്ടിൽ ടെൻറ്റ് സാധനങ്ങളുണ്ട്, മാത്രം എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ മോളിക്ക് കയറി വന്നു. മോളിക്ക് കയറി വരുമ്പോഴുള്ള മാർക്കറ്റിൻ്റെ MG റോഡിലേക്ക് അവിടെ മാള് കുറേ കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഓവർബ്രിഡ്ജ് നോക്കി കണ്ടില്ലേ, അത് രസാട്ടാ ബിൽഡിങ്ങുകളൊക്കെ കാണാൻ. ഞാൻ ഇന്നലെ മൊത്തോടെ കയറി എന്താ പോലീസുകാർ പറ്റിയിരുന്നേ. ഇവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടല്ലോ. ഇവിടെ എവിടെയാണ് ഈ MG റോഡ് എന്ന് പറയുന്നത്. MG रोड किधर है? ऊपर. अयो ഇവിടുത്തെ ഓവർബ്രിഡ്ജൊക്കെ ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട്, എല്ലായിടത്തേക്കും ഉണ്ട്. അയ്യോ അയ്യോ മക്കളെ, കരച്ച് പെട്ടേ ഇപ്പം തന്നെ. ഇവിടെ സൈക്കിളൊക്കെ അവിടെ വയ്ക്കാൻ പറ്റുമെന്നുള്ളത് അറിയണമെങ്കിൽ. പിന്നെ ആർക്കായ പോകാൻ കുഴപ്പമില്ല. അടിക്ക് സൈക്കിൾ കൊണ്ട് ഇരുന്നുകൊണ്ട് കൊടുത്താൽ മതിയല്ലോ. ഇത് ലോട്ടറി കട കേട്ടോ അവിടുത്തെ. കണ്ടോ ലോട്ടറി. നല്ല തിരക്ക് അവിടെ. ഇവിടെ എല്ലാ വണ്ടിയും ടാക്സിയാണ്. ഷെയർ ടാക്സി ഉണ്ടാവും, മറ്റേതും ഉണ്ടാവും, എല്ലാതും ഉണ്ടാവും ഇവിടെ. ബസ്സൊക്കെ ഈ പറഞ്ഞ പോലെ വല്ലപ്പോഴും വരണല്ലോ. അയ്യോ
അവിടുത്തെ മാള് ബെസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ട്. ये MG रोड की तरह ऊपर है, कितना दूर है? 5 किलोमीटर. 5 കിലോമീറ്റർ ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അവിടെ തൽക്കാലം മാളിൽ കയറിയൊക്കെ ഒന്ന്. भाई साइकिल पार्किंग है, साइकिल पार्किंग करने का 2 व्हीलर का साइकिल तो नहीं, सिर्फ 2 व्हीलर ही होता है. केरला से आए भाई, क्या करेगा. ये MG मार्केट किधर है? आ गए इसके ही बगल में, इसके ऊपर. कितना दूर है? बहुत जाएगा इधर से. हाँ, ये साइकिल क्या करने का? आप कुछ काम किधर भी नहीं रुके हो होटल में कुछ भी नहीं रुके हो. कब आया आप? मैं कल आया. कल किधर रिया? ये नीचे उधर नहीं बोला साइकिल रखने के लिए. नहीं, मैं ऊपर जाने के बाद में नीचे वॉकिंग नहीं है. इधर मैं 5-10 मिनट में जाएगा. जैसे देखने के बाद में आया. जस्ट इधर देखने के बाद में मैं मॉल का जाए. हाँ ठीक है, मैं पूछता हूँ. नहीं, मैं MG रोड देखने के बाद में इधर आया. हाँ, उसके बोलो. मैं केरला से आया. बोलो केरला. हैं? MG बाद में इधर आया. ഇവിടെ എല്ലാ കാര്യത്തിനും ഒരു വിളിച്ചു ചോദിക്കണം, മനസ്സിലായ? പോലീസുകാരായാലും പക്ഷെ അതിൽ വലിയ തൃപ്തിയൊന്നും തോന്നിയില്ല, വലിയ കഥയൊന്നുമില്ല. എല്ലാ കാര്യത്തിലും ഇവർക്ക് ഈ സൈക്കിൾ പോലും മാളിലൊക്കെ വന്നില്ല പറഞ്ഞു. എല്ലാ മാളിൽ സൈക്കിളൊക്കെ വരുന്നത് അതിനെന്ത് ഇവർക്ക് എന്താ? ഇനിയിപ്പോൾ എൻ്റെ സാധനങ്ങളോട്ട് വല്ല ബോംബൊക്കെയാന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ആണ് ബെസ്റ്റ് പോയിന്റ് മാള്. ഇതിൻ്റെ ഷേപ്പ് തന്നെ ഉണ്ട്, ഇവർക്കൊക്കെ കൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ടൈപ്പ് മാളാട്ടത്. കണ്ടില്ലേ? ഞാൻ MG റോഡിലെത്തിയിട്ട് വരാം വയ്യ. അങ്ങനെ നമ്മൾ MG റോഡിൻ്റെ അവിടെ എത്തി കൊടുക്കട്ടെ. ഉച്ചയായിരുന്നു കൊണ്ട് തിരക്കൊന്നും കാണാനില്ല കേട്ടോ. ഇനി ഇവിടുന്ന് വേറെ വഴിക്ക് പോയി കഴിഞ്ഞാൽ അറിയാതെ തിരക്കും തോന്നും. അങ്ങനെ ഇവിടുത്തെ MG റോഡ് കാണാൻ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടത്. അവിടെ മെയിനായിട്ട് എന്തിനാണോ ന്യൂ ഇന്ത്യ ഇൻഷുറൻസ്. ഇവിടെ സൈക്കിൾ ചവിട്ടരുന്ന് പറഞ്ഞു. അതിപ്പോൾ പറഞ്ഞാൽ എല്ലായിടത്തും തന്നെയല്ലേ പോയി സൈക്കിൾ ചവിട്ടരുന്ന് പറയും ഈ തിരക്കുള്ള സ്ഥലങ്ങൾ. ഓ നല്ല തണുത്ത കാട്ടിച്ചിട്ടുണ്ടോ അവളെ ജാതി ഫീല്. അവിടെ കുറച്ച് നേരം നടന്നു നോക്കാം. ശരിക്കും ന്യൂ ബാർ ആൻഡ് റെസ്റ്റോറൻറ്റ്. ദുർഗ സ്വീറ്റ്സ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്. ഈ ആല് നോക്കി നല്ല സൈഡ് ലൈൻ്റെ ഡെയിലി ഒരു ആൽമരം. ഇതിനുള്ളിൽ റോഡുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇത്രയുള്ളൂ, എങ്ങനെയാണെന്നൊന്നും അറിയില്ല. നോക്കട്ടെ എന്തായാലും. ഇവിടെ എന്തായാലും സൈക്കിൾ ചവിട്ടാന്ന് കണ്ട പണിയാവും. എല്ലാവരും ഇരിക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്കിരിക്കാം. കണ്ടപ്പെടുത്ത ലോട്ടറി എന്ന് പറഞ്ഞാൽ ഒരു പേരുണ്ട് എത്ര നേട്ടമുണ്ടാവുള്ളൂ, അങ്ങനത്തെ ഒരു കിട്ട്. എല്ലാവരും കുറേ എടുക്കുന്നുണ്ട് കേട്ടോ. ഫ്രഷ് എവരി ഡേ. ഐ ലവ് സിക്കിം എന്നൊക്കെ പറഞ്ഞുള്ള ബോർഡൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. ഐ ലവ് അല്ല, ഐ ഇൻ സിക്ക് ഇൻ ഹോളിഡേയ്സ്. മഴ തുള്ളി തുടങ്ങിയിട്ടാ. ഇവിടെ ഉച്ച കഴിഞ്ഞാൽ ഇപ്പോഴുള്ള പരിപാടിയാണ് മഴ തുള്ളി. വല്ലാത്തൊരു പ്രശ്നം അത്. ഗാങ്ടോക്കിൻ്റെ ഇവിടെ രാത്രി കരടികളൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇന്നലെ എനിക്ക് ഇവിടെ മോണാസ്ട്രിയിലത്തെ കുറച്ച് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന നേരത്ത് अलाउड राइडिंग नहीं है, राइडिंग करने के अलाउड नहीं है बोला.
അലൗഡ് ഇല്ലാന്ന്. അലൗഡ് ഇല്ലെങ്കിൽ വേണ്ട, നമുക്കിപ്പോൾ എന്താ ചവിട്ടണമെന്നില്ല, എന്തി കൊണ്ടുപോലേ ഈ മെഡിക്കൽ. അപ്പോൾ ഇത് മഴ കിട്ടി മഴ. ഇവിടെ ഏറ്റവും കൂടുതൽ MG റോഡിലും മെഡിക്കൽ ഷോപ്പാണല്ലോ കൂടുതൽ. എന്താ പോലീസുകാരായിരിക്കുന്നുണ്ട്, പോലീസുകാർക്ക് ഒരു കുഴപ്പമില്ലൊന്നും ചോദിക്കുന്നില്ലേ. ഇത്രയുള്ള MG റോഡ് കഴിഞ്ഞ ഇനി ഉണ്ടാണോ ആവട്ടെ, അറിയില്ല. മഹിമ ജ്വല്ലേഴ്സ്. അയ്യോ റെയിൻകോട്ട് ഉണ്ട് കയ്യിൽ, ഞാൻ മറന്നു ചോദിച്ചിരിക്കുകയാണ് റെയിൻകോട്ട്. നല്ല പ്രാവം നോക്കി. ലാൽ ബസാർ. അപ്പുറത്ത് കൂടെ ഇവിടെ ചവിട്ടുപടി പോലത്തെ സ്റ്റെപ്പാണ്. അപ്പുറത്ത് കൂടെ മറ്റേ റോഡുണ്ട്, അതിൽ കൂടെ പോവാൻ. ഹായ്. എന്നിട്ട് വെൽക്കം ടു ലാൽ ബസാർ. ഇപ്പുറത്ത് കൂടെ ആണത് സൈക്കിളിൻ്റെ വഴിയല്ലത്, ഇപ്പുറത്ത് കൂടെ പോകാൻ മതി. നല്ല രസമുണ്ട് നടക്കുമ്പോഴൊക്കെ കാണാനൊക്കെ. ഹായ്. ഒരു പെണ്ണപ്പുറത്ത് കൂടെ പോകും, കാറിൽ പോകും പറഞ്ഞിട്ട് ഐ നോ ദിസ് ഗായ് കേരള എന്നൊക്കെ പറഞ്ഞിട്ട് പോകണ്ടല്ലോ. എന്താ ചെയ്യാലേ. ഇവിടെ കുറേ ആൾക്കാർ എൻ്റെ വീഡിയോ കണ്ടിട്ടാ. കുറേ ആൾക്കാർ എന്നോട് പറയുന്നു വീഡിയോ കണ്ടിട്ട് ഇതൊക്കെ വിചാരിച്ച പോലെ വ്യൂസ് ഒന്നും തരുന്നില്ലല്ലോ, അതാണ് എൻ്റെ പ്രശ്നം. ബൈ ബൈ. കേരള. കേരള. ഓൾ ഇന്ത്യ केरला में से करता है। केरला बहुत दूर है ना, हाँ कर्नाटका के बीच में। हाँ कर्नाटक, ये इंडिया का कर्नाटक आता है, कर्नाटक नहीं आता है। उल्टा ही तो है, उल्टा ही तो। अरे नहीं कर्नाटक नहीं आता है। नहीं यहाँ के नानी है कर्नाटक, कर्नाटक मैसूर थोड़ा है, मैसूर थोड़ा। अभी तमिलनाडु में वो बोलते हैं ना, हिंगीपुर है, हिंगीपुर हिंगीपुर कहाँ जा रहे हो? हिंगीपुर हिंगीपुर कर्नाटक में क्या इलिवत्री മലയാളത്തിൽ എവിടെ പോണു, എവിടെ പോകുന്നു. ഓക്കെ ബൈ. ഇവരപ്പോ അവിടെ ഇവിടെ ഒക്കെ ഇടുന്ന അറിഞ്ഞിട്ടേ ഇവർക്ക് ഒരുവിധം ഭാഷകളൊക്കെ അറിയട്ടെ എല്ലാവർക്കും. ഇന്നിവിടെ രക്ഷാബന്ധൻ്റെ ദിവസമാണെന്ന് പറഞ്ഞത്. ആരെങ്കിലും നമുക്ക് രക്ഷാബന്ധനം കിട്ടിയിരുന്നു. ഹായ്. ആരെങ്കിലും രക്ഷാബന്ധനം കിട്ടിയിരുന്നു നോക്കി നോക്കാം. ഇന്ന് രക്ഷാബന്ധനാന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ. ഇവിടുത്തെ ഡേറ്റ് ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. രക്ഷാണ്ട് ഏത് മാസം പോലും അറിയില്ല. ഒന്ന് ഗുജറാത്തിലുള്ള ഓർമ്മയാണ്, ഇപ്പോൾ അത് മറന്നു. അങ്ങനെ हाँ ये 17 स्टेट है। 17 स्टेट हाँ केरला से ये पूरा जम्मू कश्मीर, लद्दाख, हिमाचल, उत्तराखंड, यूपी, बिहार, ये साइड पूरा हो गया। यूट्यूब चैनल है। हाँ ये MG रोड है। हाँ ये इधर से कितना दूर है MG रोड? MG रोड is that side. ये लाल बसार। आपको कहाँ जाना है बोलिए तो? हाँ लाल बाजार. लाल बाजार जाना लाल है। बसार। लाल बाजार तो यहाँ नीचे है। हाँ नीचे है। हाँ इधर दूसरा देखने के क्या है?
देखने के लिए तो ये है, यहाँ से लाल बाजार से थोड़ा ऊपर जाके एक तो व्यू पॉइंट है, വ്യൂ പോയിന്റ് ആ वो रोप वे का थोड़ा आगे जाके व्यू हाँ इधर वाटरफॉल बोला वाटरफॉल के लिए तो ऊपर ही जाना पड़ेगा। ऊपर ही हाँ ओके ये उधर नाटुला पास ओपन है नथुला पास तो अभी नहीं लगता है कि ओपन है, रेनी सीजन है ना। हाँ मैंने कहा दूसरा आदमी बोला ओपन दूसरा आदमी बोला क्लोज है मेरे को पता नहीं है ये साइकिल में अलाउड है उधर से साइकिल का हो सकता है, हमको वो पता नहीं हाँ You have to confirm with two बाइक travels. बाइक तो हाँ, travels, बाइक हाँ, तो अलाउड था, साइकिल का हमको पता नहीं। हाँ आपको फॉलो करेंगे हम। हाँ ओके थैंक यू आपका नाम क्या है विवेक 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 मेरा नाम रजित हाँ केरला से हम्म, 17th स्टेट। हाँ 17 स्टेट है ये इधर ज़्यादा देखने का पूरे आदमी बोला है ये लैंडस्लाइड ज़्यादा है इधर नहीं लैंडस्लाइड अभी आपका टाइम वो हो गया ना, आप मतलब रेनी सीजन में आ गया ना। हाँ नहीं मैं नीचे से आया 2 टाइम लैंडस्लाइड हो गया ये सिलीगुड़ी से एक ही साइड है हाँ हाँ ये दूसरे रास्ता में आएगा उधर ही लैंडस्लाइड हो गया हाँ। ये कल नहीं, इधर बोला है अभी लैंडस्लाइड का सीजन ही है आपका, सीजन ही है तो आप अक्टूबर में आएंगे ना, ये सब प्रॉब्लम नहीं होगा। अक्टूबर का एंड में आएंगे तो ये सब प्रॉब्लम नहीं होगा। तो अभी आएंगे तो आपको ये प्रॉब्लम तो होना ही है। ओके ठीक ओके है, ये बंद इतना है यहाँ से जा सकते हो आप। ये नीचे क्या है नीचे नहीं है, यहाँ से ऊपर जाके एक तो रोड पे का सामने आपका वो ये एक तो व्यू पॉइंट है, व्यू पॉइंट है ओके यहाँ से जाइए। हाँ ज़्यादा दूर नहीं ज़्यादा दूर नहीं है आपका, आपका यहाँ से 5 मिनट्स 5 मिनट्स हाँ ओके ഇവിടെ ചോദിച്ചപ്പോളേ ഇവിടുന്ന് ആ MG മാർക്കറ്റിൻ്റെ അവിടെ നിന്ന് വന്നു കഴിഞ്ഞാൽ ലാൽ ബസാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു മാർക്കറ്റ് ഉണ്ട് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നേരെ നമ്മളിപ്പോൾ വന്നില്ല ആ വഴിയിൽ നിന്ന് നേരെ വന്നു കഴിഞ്ഞാൽ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് വ്യൂ പോയിന്റ് ഒന്ന് കാണാൻ പോവാം വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പോയി നേരത്തെ കണ്ടില്ലേ കയറി വരുമ്പോൾ നമ്മുടെ ഹോട്ടലിലേക്കുള്ള ആ വ്യൂ പോയിന്റ് തന്നെ വേറെ സ്ഥലത്ത് നിന്ന് കാണാം തന്നെയാവും അല്ലാണ്ട് പ്രത്യേകിച്ച് വ്യൂ പോയിന്റ് ഒന്നും ഉണ്ടാവില്ല കാലത്ത് ആകെ കഴിച്ചു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ പഴം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പഴം കഴിച്ചു പിന്നെ ഈ ഈന്തപ്പഴം മറ്റാൾ മറ്റേ ബീഹാറിന് നടന്ന അതൊന്നും എടുത്തിട്ടുണ്ടില്ല കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ചു പിന്നെ എന്തിട്ടാ കപ്പലിന് മിഠായി ഉണ്ടായിരുന്നു അതും കഴിച്ചു ഓക്കെ വെച്ചു ഓയ് ആ ബോൾ दूड़ गया बोल नहीं ഇവിടെ കണ്ടോ ഒക്കെ ഇങ്ങനെ പോംറൈനുള്ളൂ കുറേ നടക്കണ്ടോ ഇവിടുന്ന് വേണ്ടി പോംറൈനൊക്കെ ഉത്ഭവം ഉണ്ടായിട്ടുള്ളത് അയ്യോ വയ്യ ടോസ്മോഗോ ഓരോ സ്ഥലത്തുണ്ട് പേര് അത് പ്രൊണൗൺസ് ചെയ്യണത് ഇതാണെന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ അങ്ങനെ പ്രശ്നം വയ്യ ഞാൻ അവിടെ കാണിക്കും വലിയായിട്ടാ അങ്ങനെ നമ്മളേ അവിടെയാണ് വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞത് നമ്മൾ അവിടുന്ന് അവിടം വരെ കയറിപ്പോയിട്ടാണ് അറിയണത് അവിടെ നിന്ന് പറഞ്ഞ വ്യൂ പോയിന്റ് കൂടിയാണ് പക്ഷേ ഇത് ശ്രദ്ധിക്കില്ല ബിൽഡിങ്ങിൻ്റെ അത് കേട്ടില്ല ഇവിടെ സൈഡിൽ കൂടെ ചവിട്ടോടി ഞാൻ കണ്ടു അവിടെയാണെന്ന് പറഞ്ഞേ ഒന്ന് അവിടേക്കൊന്ന് പോയി നോക്കി നോക്കാം ഇങ്ങനെ സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഫുള്ള് വ്യൂ പോയിന്റ് മാത്രമാണ് പക്ഷേ എത്ര അടി ഹൈറ്റിൽ ഞാൻ വന്നില്ലെന്ന് അറിയോ എത്ര അടി ഞാൻ ചോദിക്കേണ്ട എനിക്കറിയില്ല ഞാനിവിടെ ബോർഡിൽ കാണാൻ സാധാരണ ഈ ലഡാക്കിൽ അവിടെയൊക്കെ പോകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് ഇത്ര ഫീറ്റ് എന്ന് പറഞ്ഞാൽ എഴുതിയിട്ടുണ്ടാവും ഇവിടെ അത് കാണാനില്ല ഓ ഇതാന്ന് തോന്നിട്ടില്ലേ അമ്പമ്പോ നൈസ് വഴി കഴിഞ്ഞിട്ടാ പോയി നോക്കി നോക്കാം അയ്യോ ഇത് പൊളിച്ചുട്ടാ 0 പോയിന്റ് അല്ല 0 പോയിന്റ് തെറ്റിപ്പോയി എന്താ പറയുക അതന്നെ നോക്കാം നടന്നു നോക്കാം हाय इधर व्यू पॉइंट किधर है उधर के जाइए ज़्यादा दूर नहीं है लोग तो नहीं हम 2-3 लोग के हाँ ओके थैंक यू हाय
ये व्यू पॉइंट का कितना दूर है? यही यही है। हाँ हाँ इतना व्यू पॉइंट है। ओम बम बो ये वाला व्यू पॉइंट है, दूसरा नहीं? थोड़ा नीचे में यहाँ से ऊपर जाए ना। इसके ऊपर हाँ, सिक्किम का सबसे बड़ा ऑफिस वगैरह है। अच्छा है। आपका बैग खुला है? हैं? आपका बैग ओपन। मैं केरला से साइकिल में आया। हाँ ऑल इंडिया साइकिल ट्रैवलिंग है। कौन सा हैं? केरला कौन सा തൃശ്ശൂർ। तृश्शूर ആ तृश्शूर कौन सा जगह वड़कंजेरी हाँ वड़कंजेरी। वड़कंजेरी से हाँ वड़कंजेरी मेरे पास में ये 40-50 किलोमीटर के अंदर है। मैं भी पहले वड़कंजेरी में हाँ वड़कंजेरी, वड़कंजेरी पालक्काड डिस्ट्रिक्ट है पहले। वड़कंजेरी हाँ पालक्काड तृश्शूर का सेंटर है। हाँ केरला थोड़ा थोड़ा आता है लेकिन हाँ हाँ उधर काम करती है। उधर में क्या बोलते हैं हेयर ड्रेसर था हैं? हेयर ड्रेसर हाँ ओके। हाँ ओके। वड़कंजेरी में था मैं हाँ ऐसे ऊपर में भी डीजल जाएगा। इसके ऊपर है। कितना ज़्यादा दूर है? ज़्यादा दूर नहीं है? 5 मिनट। ओके बाय। കപ്പിൾസോളിരിക്കും അവരെന്നെ കണ്ടപ്പോൾ അവർക്ക് നാണായി. എന്താ ചെയ്യാലേ, നമുക്ക് എന്തില്ല ഇതൊക്കെ. നല്ല വലിയ കയറ്റാട്ടത്, എളുപ്പമില്ല. കുറേ ദൂരം കിടന്ന് നടക്കാനൊക്കെ കണ്ടോ. മുകളിൽ കാടിൻ്റെ ഉള്ളിൽ കൂടെ പറഞ്ഞാൽ നല്ല രസമുണ്ട് വഴിയൊക്കെ കാണാൻ. അയ്യോ അയ്യ ഇവിടെ ആകെ കച്ചറ പരിപാടിയുണ്ട്. ഇതിന് മുകളിലൊക്കെ ആരെങ്കിലും ഉണ്ടാണോ? എന്തൊരു പഴയ ബിൽഡിംഗ് ഒക്കെയാന്ന് പറഞ്ഞു. ഇവിടെ നിന്ന് മുകളിലേക്ക് പോയി ഞാൻ അധികം കാണില്ല കൊണ്ടിട്ടോ, ഇവിടെ കാട് പിടിച്ചിട്ട് കിടക്കണേ. പക്ഷെ നമ്മൾ മുകളിലേക്ക് ഇനിയും പോവും. മുകളിൽ എന്താണെന്ന് അറിയാമല്ലോ. ഇതിൻ്റെ ഏറ്റവും മുകളിലേക്ക് എത്തിയെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. എന്തൊരു പുതിയ പടപ്പം ബിൽഡിങ് കണ്ടിട്ടോ അവിടെ. അയ്യോ ഇത് റോഡാണോ? വ്യൂ പോയിന്റ് എന്ന് പറഞ്ഞപ്പോൾ അപ്പുറത്ത് അവിടെ കണ്ട സ്ഥലവും ഇത് റോഡായി മക്കളെ. പണിപ്പാളി. ആ ഇത് റോഡാ. റോഡല്ല, ഇത് വേറെ എന്താ ബിൽഡിങ്ങിൻ്റെ അവിടേക്ക് അവസാനിക്കണതാ. അപ്പോൾ ആ കണ്ടത് തന്നെയാട്ടാ വ്യൂ പോയിന്റ്. വീണ്ടും അങ്ങോട്ട് തിരിച്ചിറങ്ങാം. എന്തായാലും ആ വഴി തിരിച്ചു പോകണം. സൈക്കിൾ അവിടെ തന്നെ ഇരിക്കണേ. ഇതിനുള്ളിലേക്ക് കുറേ വഴികളുണ്ടല്ലോ, ചെള്ള വഴികളാ. നമ്മുടെ അവിടെ കഴിഞ്ഞാൽ ഫുൾ കപ്പിൾസും കണ്ടതിൻ്റെ ഉള്ളിലുണ്ടാവും. ഇവിടെ ഇപ്പോൾ ആകെ രണ്ടാളെ കണ്ടത്. ഓ ഇന്നലെ ഞാൻ അതൊരു സ്ഥലത്ത് ഉറങ്ങിയിട്ട് വഴിക്ക് നോക്കളെ പടക്കം വന്നിട്ട് കുന്തി കുത്തിട്ട് പോണത് എളുപ്പമല്ല. എവിടെയാണെന്നറിയോ? മറ്റേ അവന്യൂ പാർക്കാ, എന്നിട്ട് ഓയിൽ പാർക്കാ, എന്തൊരു പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റൊരു. അതിൻ്റെ അവിടെ വെച്ചിട്ട് ഓ വലിയ കടിച്ചു. ഇതാണ് കേട്ടോ മോളിൽ നിന്നുള്ള വ്യൂ. അവിടെ പുഴയൊക്കെ ഒഴുകി കൊണ്ടിട്ട് കേട്ടോ. അപ്പോൾ എന്ത് കളറുള്ള പുഴയാണ്, ക്യാമറയിൽ കാണാൻ അറിയില്ല. ഇപ്പോൾ ഭാഗ്യത്തിന് ഫോഗ് വന്നിട്ടില്ല. ഫോഗ് വന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കാണാൻ പറ്റില്ല. കറക്റ്റ് വ്യൂ പോയിന്റ് കാണാൻ പറ്റുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അവിടെ രണ്ട് കപ്പിൾസ് ഇരിക്കുന്നുണ്ട് കോട്ടയൊക്കെ പിടിച്ചിട്ട്. പിന്നെ നമ്മളവിടെ പോയിട്ട് ചുണ്ണാമ്പൊക്കെ മോശമല്ലേ, അതാണ് ഒരു നാട്ടിൽ പോകാത്തേ. പക്ഷെ അവരോട് ചോദിച്ചു നോക്കാണ്ട് വരട്ടേന്ന്. പ്രൈവസിയിൽ ഒരു കുത്തിത്തിരിപ്പുണ്ടാക്കണത് മോശമാണ്. നമ്മൾ ഇത്ര ദൂരം വന്നിട്ട് കാണാണ്ട് പോകണത് മോശമാണ്. അതുകൊണ്ട് അങ്ങനെ നമ്മുടെ വ്യൂ പോയിന്റിലേക്ക് എത്തിയിട്ടാണ് നമ്മൾ
ഇതാണ് വ്യൂ പോയിന്റ് കണ്ടോ. അടിപൊളിയായിട്ടില്ലേ ഈ എന്ത് രസാ. പോകേണ്ട ദിവസം ഒന്നും കാണാൻ പറ്റില്ല മാത്രം. റൈറ്റിൽ നല്ല ഭംഗിയായിട്ടില്ലേ. ഇവിടെ നിറച്ച ആൾക്കാരാണ് കാരണം എന്താ ചെയ്യാല്ലേ. നമ്മളെ ഭയങ്കര കാര്യമില്ല, നമ്മുടെ ഭാഷ ഒന്നും അവർക്ക് അറിയില്ല. വ്യൂ പോയിന്റ് ഒക്കെ കണ്ടു കഴിഞ്ഞു കേട്ടോ. അതന്നെ ഇനി ഇവിടുന്ന് നേരെ പോവുക ഗാങ്ടോക്കിലത്തെ മൊത്തം വ്യൂ പോയിന്റാണ് കണ്ടത്. കണ്ടില്ലേ മക്കളെ, കണ്ടില്ലേ മക്കൾ. നേരെ സൈക്കിളിൻ്റെ അവിടേക്ക് പോട്ടെ. അങ്ങനെ നമ്മൾ വീണ്ടും റൂമിലെത്തി. ഇനി പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി രാത്രി ഒന്ന് പുറത്തേക്ക് ഇറങ്ങാം. രാത്രിയോടെ വേറെ സൂപ്പർ മാർക്കറ്റിന് എന്തൊരു പരിപാടിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അങ്ങോട്ട് പോവാം. അപ്പം ഇനി രാത്രി കാണാം കേട്ടോ. ബൈ ബൈ, സി യു. അപ്പം ശരി.